ഈ കിടക്കുന്നത് SL6 എന്ന് പറഞ്ഞൊരു വാഹനമാണ്. ഇത് SL6ൻ്റെ ഏറ്റവും ബേസ് മോഡലാണ്. 6 സീറ്ററാണ് ഈ വാഹനം വരുന്നത്. 14,02,000 രൂപ മാനുവലിനും 15,62,000 രൂപ റേഞ്ചിൽ ഓട്ടോമാറ്റിക്കിനും ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വാഹനമാണിത്. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. 6 സീറ്ററാണെന്നുള്ളത് എടുത്ത് പറഞ്ഞേക്കാം. 1.5 ലിറ്റർ ആണ് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻ വരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് ഇരട്ടിക്കായിട്ട് പ്രത്യേകിച്ച് സാമ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. മറ്റൊരു വാഹനം പോലെ തന്നെ നമുക്ക് അവർ ഫ്രണ്ട് ലുക്കിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈറ്റ് വരുന്നത് LED ആണ് ഇതിൻ്റെ ലൈറ്റ് യൂണിറ്റ് നൽകിയിട്ടുള്ളത്. DRL ഓപ്ഷനും ഫോഗിലാകുമ്പോൾ നമുക്ക് LED തന്നെയാണ് അവർ നൽകിയിട്ടുള്ളത്. ഗ്രില്ലിൽ അത്യാവശ്യം ക്രോം ഫിനിഷും ഒക്കെ നൽകിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് റൂഫ് റെയിലും കാര്യങ്ങളും കമ്പനി കൊടുത്തിട്ടുണ്ട്. അലോയ് വീൽ നൽകിയിട്ടുള്ളത് കാണാം. 16 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസും കാര്യങ്ങളും കമ്പനി കൊടുത്തിട്ടുള്ളത്. 6 എയർ ബാഗ് അവൈലബിൾ ആണ്. അത്യാവശ്യം ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ അവർ ചുറ്റും പോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മിററിൽ തന്നെ ടൈൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളും കമ്പനി പ്ലേസ് ചെയ്തിട്ടുണ്ട്. കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ഡോർ ഹാൻഡിലൊക്കെ നോക്കുന്ന സമയത്തും നല്ല ക്രോം ഫിനിഷിൽ തന്നെ ആ ഒരു ഡോർ ഹാൻഡിൽസൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വലിപ്പം ഒരു ഗ്ലാസ് ഏരിയയൊക്കെയാണ് ഈ ഒരു പോർഷനിലൊക്കെ കൊടുത്തേക്കുന്നത്. ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഏറ്റവും എന്താ പറയുക, റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഷാർഫിൻ ആൻറ്റിന കാണാം. ഇൻബിൽഡുള്ള സ്പോയിലർ കാണാം. LED എല്ലാം യൂണിറ്റ് കാണാം. റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഡിഫോഗ് ലൈൻ റിയർ വൈപ്പർ നമുക്ക് അവൈലബിൾ ആണ്. SL6 ബ്രാൻഡിങ് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. 209 ലിറ്റർ ബോട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. 50-50 സ്പ്ലിറ്റിംഗ് ആണ് തേർഡ് റോയിൽ വരുന്നത്. ആ ഒരു സീറ്റ് നമുക്ക് അത്യാവശ്യം റിക്ലൈനിങ് ഓപ്ഷനൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് തന്നെ നമ്മൾ ഈ ഒരു ഇൻറ്റീരിയറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 4 ഡോർ പവർ വിൻഡോ, മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ക്രൂയിസ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്. ഇതൊരു മാനുവൽ ഗിയർ ബോക്സ് വരുന്നൊരു വാഹനമാണ്. ആംറസ്റ്റ് കൊടുത്തിട്ടുള്ളത് കാണാം. ഫ്രണ്ടിൽ 2 ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ തന്നെയാണ് കമ്പനി ഈ ഒരു മോഡലിൽ കൊടുത്തേക്കുന്നത്. ക്ലസ്റ്ററൊക്കെ ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഇനി ഒരു സെക്കൻഡ് റോയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു സീറ്റ് നമുക്ക് റിക്ലൈനിങ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു എന്താ പറയുക, ബെഞ്ച് ഫോൾഡിങ് വരുന്ന സീറ്റല്ല വരുന്നത്. അല്ല, ക്യാപ്റ്റൻ സീറ്റ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ആംറസ്റ്റ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, റിക്ലൈനിങ് ഓപ്ഷൻ, ഫ്രണ്ടിലേക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഡോർ പാഡിൽ കാണാം. റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. ചാർജിങ് സോക്കറ്റും നൽകിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. തേർഡ് റോയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ചാർജിങ് സോക്കറ്റൊക്കെ കാണാം. തേർഡ് റോയിൽ നമുക്ക് AC വെൻറ്റും കാര്യങ്ങളും ഈ ഒരു പോർഷൻ തേർഡ് റോയിലും കൊടുത്തിട്ടുണ്ട്. 2 പേർക്ക് വളരെ കംഫർട്ടായിട്ട് നമുക്ക് തേർഡ് റോയിൽ ഇരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഏകദേശം 20 സംതിങ് ആണ് ഇതിൻ്റെ മൈലേജും കാര്യമുള്ള കമ്പനി പറയുന്നത്. 1.5 ലിറ്ററാണ് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കാണിച്ചുള്ള കോൺടാക്ട് നമ്പറിൽ വിളിക്കുക.